കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് തമ്മിൽ പല കാര്യങ്ങളിലും ഒരു അവിശുദ്ധ ബന്ധമുണ്ട്. ആർക്കെങ്കിലും ഞാൻ അവിഹിതമായ മാർഗത്തിലൂടെ ഗർഭം ഉണ്ടാക്കിയെന്ന് പരാതിയില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസിയായ ED, CBI, അതുപോലെ തന്നെ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഫ്രോഡ് ഓഫീസ് അടക്കം നിരവധി നോട്ടീസുകളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രിക്കെതിരെ വിചാരണ കൂടാതെ ഒരു വിചാരണ കോടതിയും അദ്ദേഹത്തിൻ്റെ കുറ്റപത്രം റദ്ദാക്കിയ നടപടി CBI കോടതി 38 പ്രാവശ്യമാണ് മാറ്റിവെച്ചത്. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആ കേസ് മാറ്റിവെക്കുകയാണ്. എന്തിനാണ് ഈ 38 പ്രാവശ്യം കേസ് മാറ്റിവെക്കേണ്ട കാര്യം? ആ കേസിനകത്ത് എന്തെങ്കിലും ഒരു വിധി പറയാം, ഒന്നുകിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി. പക്ഷേ കേസുകൾ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടിട്ടാണ് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് വിജയന് ED നോട്ടീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം അത് കണ്ടിട്ടില്ല, അദ്ദേഹം കേട്ടിട്ടില്ല. അത് കഴിഞ്ഞ് നമുക്കറിയാം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മകൾക്കെതിരെ കേസെടുത്തു. ആ കേസ് നിലനിൽക്കുന്നു. മാത്രമല്ല, പുള്ളിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ നമുക്കറിയാം 120 ദിവസം ജയിലിലായിരുന്നു. ലൈഫ് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയതാണ്. പക്ഷേ ED ഇങ്ങനെ കൂടെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെ നോട്ടീസ് അയക്കുന്നതല്ലാതെ അനന്തര നടപടികളിലേക്ക് ഒരിക്കലും നീങ്ങുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസ് വളരെ ജാഗ്രതയോടുകൂടി അന്വേഷിക്കുന്നു. SIT നിയമിച്ച ഹൈക്കോടതിയാണ്, ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്ത ഹൈക്കോടതിയാണ്. കേരള ഗവൺമെൻറ് അതിനകത്ത് ഒരു പങ്കുമില്ല. അതിൻ്റെ അന്വേഷണം ശരിയായ റൂട്ടിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ 2 മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാർ, ഒരാൾ 2 ടേം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ കുളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു വാസു. പിന്നെ ഒരാൾ നമുക്കറിയാം, ശ്രീ പത്മകുമാർ കോന്നി MLA ആയിരുന്നു. 1 ടേം 2 ടേം ആറന്മുളയിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ്. പാർട്ടിക്കും പിണറായി വിജയനും ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് വാസു. ഈ കേസ് വളരെ സുഖമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ED അതിനകത്ത് ഇൻ്റർവീൻ ചെയ്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ EDയുടെ ഒരു രംഗപ്രവേശനം ആർക്കു വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? SITയുടെ അന്വേഷണം അട്ടിമറിക്കാൻ ED ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. ശരിയായ ദിശയിലൂടെ അന്വേഷണം പോകുന്നു. അതാണ് നമ്മൾ പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് തമ്മിൽ പല കാര്യങ്ങളിലും ഒരു അവിശുദ്ധ ബന്ധമുണ്ട്, ഒരു അവിഹിത ബന്ധമുണ്ട്. ആ ബന്ധമാണ് നമുക്കറിയാം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ PM ശ്രീയിൽ ഒരിക്കലും ഒപ്പിടാൻ പാടില്ലായിരുന്നു. ഇടതുമുന്നണി ചർച്ച ചെയ്യാതെ, ക്യാബിനറ്റ് അറിയാതെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടതിന് ശേഷം ഒപ്പിട്ട വിവരം ആരും അറിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ എന്താണ്? കേരളം ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല, ഒരു ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അല്ല. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ സാമ്രാജ്യത്വം ഇവിടെയുണ്ട്, മുതലാളിത്തം ഇവിടെ ഉണ്ട്, ബഹുരാഷ്ട്ര കുത്തകളുണ്ട്. ആ നാട്ടിലൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം അസാധ്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് അണികളെയും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകളെയും പറ്റിക്കുകയാണ്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ആ പോളിസിയുടെ ഭാഗമാണ് ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇതിനകത്ത് ഒപ്പിടാൻ പറ്റൂ. അപ്പോൾ കേരളം BJPയുമായി ചില കാര്യങ്ങൾ സന്ധി ചെയ്തിരിക്കുന്നു. ആ സന്ധി ചെയ്ത കാര്യത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം നമുക്ക് ED നോട്ടീസിനെ കാണാൻ. കാരണം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ED മുഖ്യമന്ത്രി ഒന്ന് വിരട്ടുക, എന്നിട്ട് സ്വൽപ്പടിക്ക് നിർത്തുക. അതുകൊണ്ട് ED ഈ മസാല ബോണ്ടിനെതിരെ അയച്ചിരിക്കുന്ന EDയുടെ നോട്ടീസ് അതിനൊരു കടലാസിൻ്റെ വില പോലും ഉണ്ടാകില്ല. കാരണം പിണറായി വിജയനെ ഒന്ന് വരച്ച വരയിൽ നിർത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഒരു അടവ് നയമായി മാത്രമേ ഞാനിത് കാണുന്നുള്ളൂ. കാരണം പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസിനെതിരെ, അതിൻ്റെ നേതാക്കന്മാർക്കെതിരെ നിരന്തരമായി വേട്ടയാടലാണ് ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വെറും നോട്ടീസ് അല്ലാതെ ഒരു വേട്ടയാടില്ല, ഒരു ഭീഷണി മാത്രം, ഭീഷണിപ്പെടുത്തി വെടക്കാക്കി തനിക്ക് നിർത്തുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് നയം. അത് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ധാരണ ഉണ്ടാക്കുന്നതിൻ്റെ കൂടി ഭാഗമാണോ? തീർച്ചയായിട്ടും. അതിനെന്താ സംശയം? എന്താണ്
ഇന്ന് കേരളത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ഏതാണ്ട് 8,000-ഓളം വാർഡുകളിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. കുറേ വാർഡുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ല. കേരളത്തിൽ സ്ഥാനാർത്ഥികൾക്ക് പഞ്ഞമുള്ളൊരു പാർട്ടിയാണോ BJP? സ്ഥാനാർത്ഥികൾക്ക് പഞ്ഞമുള്ള പാർട്ടിയാണോ മാർക്സിസ്റ്റ് പാർട്ടി? അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ വിൽ സഫർ എന്നൊരു ചൊല്ലുണ്ട്. ഇത് തമ്മിൽ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആ അണ്ടർസ്റ്റാൻഡിങ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അറിയാം. എന്തായാലും ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി പറയാം, കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരാണ്. ആ ജനങ്ങളുടെ ഒരു മനോഭാവം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നിഴലിക്കും. 2010 കേരളത്തിൽ ആവർത്തിക്കും. 2010 കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു UDF മുന്നേറ്റമുണ്ടായത്. ആ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകും, അതിന് യാതൊരു തർക്കവുമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെക്കുറിച്ച് ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ മാധ്യമപ്രവർത്തകരെ കാണും. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് ആർക്കും പാർലമെൻറ്റ് മെമ്പറാവാൻ പറ്റില്ല, അവർക്കാർക്കും MLA-മാരാകാൻ പറ്റില്ല. കാര്യം ഞങ്ങളെപ്പോൾ ആളുകളെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി MP-മാരാക്കിയ MLA-മാരാക്കിയ പാവപ്പെട്ട പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാകാൻ, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാകാൻ കിട്ടുന്ന ഒരവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് അബദ്ധങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ ഒരു നേതാവും തയ്യാറാകാൻ പാടില്ല. പക്ഷേ അതോടൊപ്പം തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു നിലപാട് വേണം, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം വേണം. അതിനകത്തെങ്ങും വ്യതിചലിക്കാൻ പാടില്ല. വ്യതിചലിക്കുന്ന ആരാണോ അവരോട് യോജിക്കാനും എനിക്കാവില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം 2 പ്രാവശ്യം പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തമ്മിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ മാധ്യമ വേട്ടയ്ക്ക് പാത്രീഭൂതനായ ഒരാൾ. പക്ഷേ എനിക്ക് നിങ്ങളോട് ആരോടും വിരോധമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, അതിനെതിരെ നിങ്ങളോട് പണങ്ങേണ്ട കാര്യം എന്താ? ഒരു പണക്കവും എനിക്കില്ല. മാധ്യമങ്ങൾ അവരുടെ ജോലി ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് മാധ്യമ രംഗത്തൊരു വലിയ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിലൊന്നും പറഞ്ഞോട്ടെ, അതിലൊന്നും എനിക്ക് യാതൊരു പരിഭവമില്ല. രൂക്ഷമാകുന്ന ഇവർ പറയുന്നത് എന്താണെന്നറിയോ? അങ്ങ് പിണറായി വിജയനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം സ്വന്തം പാർട്ടിക്കാർക്കെതിരെയാണ് സംസാരിക്കുന്നതെന്നാണ് ഈ സൈബർ ആക്രമണം നടത്തുന്നവർ പറയുന്നത്. അല്ല, എന്നെ നിങ്ങൾ പ്രകോപിതരാക്കി, അല്ല ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് ഓരോന്ന് പറയിപ്പിക്കാനാണ്. ഞാൻ പറഞ്ഞല്ലോ, സൈബർ ആക്രമണത്തെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. ഇന്നലെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ സൈബർ ആക്രമണം ഭയന്ന് ഈ സൈബർ വെട്ടുകിളികളുടെ ഒരു ഭീഷണിയിൽ വശംവദരായി നിലപാടുകളിൽ മായം ചേർക്കാനോ മാറ്റം വരുത്താനോ ഞങ്ങൾ തയ്യാറല്ല. നേരത്തെ പറഞ്ഞു ഈ നേതാക്കൾ തമ്മിലൊരു ഭിന്നത ഉണ്ടാവരുത്, അങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ KPCC പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം എല്ലാ കാര്യങ്ങളും കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിന് വിരുദ്ധമായി ആര് നിൽക്കുന്നോ അവരൊക്കെ പാർട്ടി വിരുദ്ധരാണെന്ന് നമ്മൾ പറയും. കാരണം ആരാണോ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി പോകുമ്പോൾ ആ ഒറ്റക്കെട്ടായി പോകുന്ന നേതൃത്വത്തിൻ്റെ ആ നിലപാടിനെതിരെ ഒരു നിലപാട് ആരെടുക്കുന്നു, ആ നിലപാടിനോട് ആർക്കും യോജിക്കാനാവില്ല. മനസ്സിലായി? പിന്നെ എല്ലാവർക്കും പരിമിതികളുണ്ടല്ലോ. സൈബർ ആക്രമണത്തിന് പിന്നിൽ പറയാനുള്ളത് തുറന്നു പറയണം, കേൾക്കാൻ ആഗ്രഹമുണ്ടെന്നാണ്. എന്നെ ഇത്രമാത്രം ജോൺ ബ്രിട്ടാൽ സ്നേഹിക്കുന്നുവെന്ന് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന രാത്രിയിൽ 1 മണിക്ക് ഞാൻ കണ്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്ര എന്നോട് അദ്ദേഹത്തിന് സ്നേഹവും പ്രേമവും ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് മഞ്ചേരിയിൽ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, മനസ്സിലായില്ലേ? ആൾക്കൂട്ട വിചാരണ നടത്തിയത്. പക്ഷേ അന്ന് ഞാൻ ഒളിച്ചോടിയില്ല.
അന്ന് രാത്രിയിൽ എന്നെ കോടതിയിൽ ഹാജരാക്കി. കോടതി അപ്പം തന്നെ എനിക്ക് ജാമ്യം തന്നു. ആ കേസ് ഹൈക്കോടതി ക്വാഷ് ചെയ്ത് കളഞ്ഞു. അന്ന് കോടതിയിൽ ഹാജരാക്കുന്ന അന്ന് വൈകിട്ട് ഞാൻ മാധ്യമങ്ങളെ കണ്ട് ഒരു നിമിഷം പോലും ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് മാറി നിന്നിട്ടില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, സകല വിചാരണയും ഞാൻ നേരിട്ടു. കാരണം എനിക്കറിയാം ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. മനസ്സിലായോ? എനിക്കെതിരെ ഒരു പെൺകുട്ടിയുടെ പരാതിയില്ല. പിന്നെ ആർക്കെങ്കിലും ഞാൻ അവിഹിതമായ മാർഗത്തിലൂടെ ഗർഭം ഉണ്ടാക്കിയെന്ന് പരാതിയിൽ ആൾക്കൂട്ട വിചാരണയാണ്. ആ വിചാരണയെ ഞാൻ സധൈര്യം നേരിട്ട്, ഒറ്റയ്ക്ക് നേരിട്ട് ഞാൻ മടങ്ങി വന്നവനാണ്. ഞാനെങ്ങും പോയില്ല. അല്ല അന്ന്, അതുകൊണ്ട് ഞാൻ പറയാം, അന്ന് എന്നെ ആ അവസ്ഥയിലാക്കിയ ബ്രിട്ടാസിന്റെ പാർട്ടി, ബ്രിട്ടാസിന്റെ മുഖ്യമന്ത്രി, പുള്ളിയുടെ പ്രിയ തോഴൻ അന്ന് എന്നോടൊരു സഹതാപം കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ രാഷ്ട്രീയത്തിൽ ഞാനും എൻ്റെ കുടുംബം അനുഭവിച്ച യാതനയും വേദനയും ഞങ്ങൾക്കെല്ലാം അറിയൂ. അന്നും ഇന്നും എൻ്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ട്. അതാണ് എൻ്റെ ശക്തി. കാരണം അവർക്കറിയാം. ആ സംഭവമാണ് കോൺഗ്രസ് ഇന്ന് ഈ സൈബർ വെട്ടുകളികളിൽ കമന്റ് ആയിട്ടൊക്കെ അങ്ങയുടെ പോസ്റ്റിന് താഴെ കൊണ്ടിടുന്നത്. ഞാൻ ആവശ്യത്തിന് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഞാൻ അതിനപ്പുറത്തോട്ട് പോകണ്ട. ഓക്കെ. തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങളെ കാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിന് ശേഷമല്ല, ഞാൻ മരിക്കുന്നവരെ മാധ്യമങ്ങളെ കാണും. അതിനെന്താ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, നിങ്ങൾ ഈ ഭൂമുഖത്തുള്ളിടത്തോളം കാലം നിങ്ങളെ കണ്ടിരിക്കും. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മാധ്യമങ്ങളെ കാണാൻ ജീവിക്കാൻ പറ്റുമോ? അത് നമ്മളെ എതിർക്കുന്നവരെ, നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരടക്കമുള്ളവർ, അവരെന്ത് ചോദ്യം ചോദിച്ചാലും പ്രകോപനം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ ഉത്തരം. കാര്യം ചോദിച്ചോട്ടെ, ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ ആശീർവാദം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് അല്ലല്ല, നിങ്ങളിപ്പോൾ ആദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ ധരിക്കണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു.